അടുത്തതായിട്ട് ഗാമ ഡിസ്ട്രിബ്യൂഷന് രണ്ട് പ്രോപ്പർട്ടികളാണ് പറയാൻ പോണത്. അതായത് x1 x2 എന്ന് പറയുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അതിലെ x1 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 1, ബീറ്റയാണ്. അതേപോലെ തന്നെ x2 ഫോളോസ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 2, ബീറ്റയാണ്. x1ഉം x2ഉം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. x1ഉം x2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. x1 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 1, ബീറ്റയാണ്. x2 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 2, ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2. ഓക്കെ, അപ്പോൾ x1 x2 എന്ന് പറയുന്ന ആ ഒരു റാൻഡം വേരിയബിൾ x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 എന്ന് പറയുന്ന അടുത്ത റാൻഡം വേരിയബിളിനോട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് x1 പ്ലസ് x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ x1 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിളോടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് റിസൾട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് x1 x2 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ്, x1ഉം x2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x2 ഇൻഡിപെൻഡൻ്റ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2. സിമിലർലി x1 പ്ലസ് x2 ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് x1 ബൈ x2. x1ഉം x2 എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. x1ഉം x2ഉം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള f ഓഫ് x1, x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f1 ഓഫ് x1 ഇൻറ്റു f2 ഓഫ് x2 എന്ന് നമുക്ക് പറയാം. സിൻസ് x1 ആൻഡ് x2 ആർ ഇൻഡിപെൻഡൻറ്റ്. x1 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ്, x2 ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആയതിനാൽ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു f1ൻ്റെ സ്ഥാനത്ത് ഈ പറയുന്ന ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 1, ബീറ്റയും x2ൻ്റെ സ്ഥാനത്ത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 2, ബീറ്റയും ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ബൈ ബീറ്റ ദ ഹോൾ റേസ് ടു ആൽഫ ഡിവൈഡഡ് ബൈ ഗാമ ആൽഫ 1, ഓക്കെ, e റേസ് ടു മൈനസ് x ബൈ ബീറ്റ x റേസ് ടു ആൽഫ 1 മൈനസ് 1. ദിസ് ഈസ് ദ പ്രോബബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എന്താണ്? x1 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. സിമിലർലി x2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1 ബൈ ബീറ്റ ദ ഹോൾ റേസ് ടു ആൽഫ 2 ഡിവൈഡഡ് ബൈ ഗാമ 2 e റേസ് ടു മൈനസ് x ബൈ ബീറ്റ ദ x റേസ് ടു ആൽഫ 2 മൈനസ് 1. ഓക്കെ, പ്രൊവൈഡഡ് x1, x2 is greater than 0, alpha 1, alpha 2, beta is greater than 0 otherwise. Okay, this is equal to നമുക്ക് അതിൻ്റെ കോൺസ്റ്റൻസുകൾ മാറ്റി എഴുതുമ്പോൾ 1 ബൈ ബീറ്റ ഞാൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ആൽഫ 1 ആണ്, ഇവിടെ കിടക്കുന്ന ആൽഫ 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് കിട്ടി. അടുത്തായിട്ട് ദിസ് ഈസ് ഡിവൈഡഡ് ബൈ ഗാമ ആൽഫ 1 ഇൻറ്റു ഗാമ ആൽഫ 2 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇയുടെ ടേമുകൾ എടുക്കുകയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എക്സ്, ഇവിടെ കിടക്കുന്ന x1 ആണ്, ഇതെന്താണ്? x2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് x1 ആണ്, ഇതെന്താണ്? x2 ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് x1 പ്ലസ് x2 ഹോൾ ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് x1 റൈസ് ടു ആൽഫ 1 മൈനസ് 1 ആൻഡ് x2 റൈസ് ടു ആൽഫ 2 മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് കേസാണ് ചെയ്യുന്നതെങ്കിൽ u ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 എന്ന് ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v ഇസ് ഈക്വൽ ടു എന്തെടുക്കണം? x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 എന്ന് വിളിക്കണം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 സ്ഥാനത്ത് എനിക്ക് എന്ത് ചെയ്തെടുക്കാം? u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് v is equal to x1 by u. That implies x1 is equal to നമുക്ക് എന്ത് കിട്ടും? u കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ u ഇൻറ്റു v എന്ന് കിട്ടും. ഈ x1ൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ u ഇസ് ഈക്വൽ ടു എനിക്ക് കിട്ടാൻ പോണത് x1 എന്നതിൻ്റെ സ്ഥാനത്ത് ഞാൻ കൊടുക്കാൻ പോവാണ് u ഇൻറ്റു v എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ u ഇൻറ്റു v പ്ലസ് x2 ആണ് നമ്മളെന്ത് u എന്ന് പറയുന്നത്. This implies x2 is equal to എനിക്ക് എന്ത് എഴുതാൻ പറ്റും? u മൈനസ് u ഇൻറ്റു v എന്ന് കിട്ടി.
ദിസ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു 1 മൈനസ് വി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടി. ഒന്ന്, x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് യു ഇൻറ്റു വി എന്ന് കിട്ടി. സിമിലർലി x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് യു ഇൻറ്റു 1 മൈനസ് വി എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ജക്കോബിയൻ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x2 എന്നതിനെ നമ്മൾ u എന്ന് വിളിച്ചു. നെക്സ്റ്റ് വൺ x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 എന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു, v എന്ന് വിളിച്ചു. അപ്പോൾ ജക്കോബിയൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുൻപ് നമുക്കിവിടെ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അതേപോലെ തന്നെ x2ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ x2 ലെസ് ദാൻ എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഇതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x2ൻ്റെ റേഞ്ച് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ x1 പ്ലസ് x2ൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 ലെസ് ദാൻ x1 പ്ലസ് x2 എന്ന് പറയുന്നതാണ് u ആണ്. ഓക്കെ, അപ്പോൾ u ലെസ് ദാൻ എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് യുവിൻ്റെ റേഞ്ച് ഇവിടെ നിന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് x1 ബൈ x1 പ്ലസ് x2 ആണ്. ഈ വാല്യൂസ് ഇതിൻ്റെ റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. x1ൻ്റെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റിയും x1 പ്ലസ് x2ൻ്റെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി ആണ് രണ്ട് സൈഡിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എത്ര വരാൻ പറ്റും? ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരാൻ പറ്റില്ല. കാരണം x1ഉം പോസിറ്റീവാണ്, x1 പ്ലസ് x2 എന്താണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഈ v എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് മിനിമം എന്തായിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ 0-നേക്കാളും മുകളിലായിരിക്കും. ഇനി ഏതുവരെ എത്താൻ പറ്റും? ഓക്കെ, അപ്പോൾ ഒരു x1ന് ഞാൻ 10 എന്നുള്ള വാല്യൂ ചൂസ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ x1ന് ഞാൻ 10 എന്ന വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് ഇവിടെ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല, പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1 വന്നു വിചാരിച്ചോ. അപ്പോൾ 10 ഡിവൈഡ് ബൈ 10 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി x1ൻ്റെ വാല്യൂ ചെറുത് കൊടുത്തു വിചാരിച്ചു, 1 കൊടുത്തു. അപ്പോൾ x1ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 പ്ലസ് എന്ന് വന്നു. x2ന് വലിയ വാല്യൂ കൊടുത്തു, ഞാൻ എന്ത് കൊടുത്തു, ഒരു 100 എന്ന് കൊടുത്തു. അപ്പോഴും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1. അതിൻ്റെ അർത്ഥം എക്സിന് നമ്മൾ എത്ര വലിയ വാല്യൂ കൊടുത്താലും, x1നോ x2നോ ഏത് വലിയ വാല്യൂ കൊടുത്താലും, ചെറിയ വാല്യൂ കൊടുത്താലും, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് വിയുടെ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ജക്കോബിയൻ കണ്ടുപിടിക്കണം. ജക്കോബിയൻ എന്ന് പറയുമ്പോൾ നൊട്ടേറ്റ് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ ലെറ്റർ J വെച്ചാണ്. J ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x1 വിത്ത് റെസ്പെക്ട് ടു u. നെക്സ്റ്റ് വൺ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x1 വിത്ത് റെസ്പെക്ട് ടു v. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x2 വിത്ത് റെസ്പെക്ട് ടു u. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x2 വിത്ത് റെസ്പെക്ട് ടു v. ഇതാണ് നമ്മുടെ ജക്കോബിയൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. x1ൻ്റെ ഡെറിവേറ്റീവ്, x1 എന്ന് പറഞ്ഞാൽ എന്താണ്, u ഇൻറ്റു v ആണ്. വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, v എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ x1നെ നമ്മൾ u കൊണ്ട് ഡെറിവേറ്റീവ് v കൊണ്ട് ഡെറിവേറ്റീവ് കിട്ടാൻ പോകുന്നതായിരിക്കും u ആയിരിക്കും. അതുപോലെ x2നെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 മൈനസ് v ആയിരിക്കും. ഇനി വിയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കവിടെ മൈനസ് വരും, അപ്പോൾ മൈനസ് u എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മൈനസ് v ഇൻറ്റു യു മൈനസ് മൈനസ് ഓഫ് ഇവിടെ എന്താ വരുന്നത്, ഫസ്റ്റ് ടൈം വന്ന് 1 മൈനസ് v ഇൻറ്റു യു. This is equal to v into u minus v into u minus of u minus into minus plus u v. That is equal to minus u എന്ന് പറയുന്നതാണ് നമ്മുടെ ജക്കോബിയൻ, j എന്ന് പറയുന്ന ടേം. അപ്പോൾ നമ്മുടെ ഫൈനൽ ജക്കോബിയൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് j ആണ്. ദിസ് ഈസ് മൈനസ് ഓഫ് യുവിൻ്റെ മോഡുലസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് u എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ജക്കോബിയൻ എന്ന് പറയുന്ന ടേമായിട്ട് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജക്കോബിയനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോഡ് ജെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? യു ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് x1 x2 എന്നതായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? യു വിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? എച്ച് ഓഫ് യു കോമ വി നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ എഫ് ഓഫ് x1 x2ൽ x1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? യു വിയിൽ എഴുതണം. x2ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? യു വിയിൽ എഴുതണം. മാത്രമല്ല ജക്കോബിയനോട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എഫ് ഓഫ് x1ൻ്റെ സ്ഥാനത്ത് x1ൻ്റെ ഇൻ ടേംസ് ഓഫ് യു വണ്ണിൽ എഴുതണം, യു വിയിൽ എഴുതണം. x2ൻ്റെ സ്ഥാനത്തും ഇൻ ടേംസ് ഓഫ് യു വിയിൽ എഴുതണം. ഇൻ ടു നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ജക്കോബിയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഈ ടേം നമ്മളിനി എന്താ പോകണം? വിത്ത് റെസ്പെക്ട് ടു യുവിനും വിയുടെ ടേംസിൽ മാറ്റി എഴുതുമ്പോൾ കോൺസ്റ്റൻസ് നമ്മൾ എഴുതി 1/β ദ ഹോൾ റേസ് ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡഡ് ബൈ ഗാമ ആൽഫ 1 ആൽഫ 2. ഓക്കെ, ഇ റേസ് ടു മൈനസ് x1 പ്ലസ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. എന്താണത്? x1ൻ്റെ സ്ഥാനത്ത് യു വിയും x2ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതും കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയായിരുന്നു. x1 പ്ലസ് x2 എന്നാണ് നമ്മൾ എന്ത് കൊടുത്തിരുന്നത്? യു എന്ന് കൊടുത്തത്. അവിടെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യു എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ യു ഡിവൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്തി? ബീറ്റ എന്ന് കിട്ടി. നെക്സ്റ്റ് x1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? യു ഇൻറ്റു വി ദ ഹോൾ റേസ് ടു ആൽഫ 1 മൈനസ് 1. അതേപോലെ x2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? യു ഇൻറ്റു 1 മൈനസ് വി ദ ഹോൾ റേസ് ടു നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ 2 മൈനസ് 1. ഇനി ഇതിൻ്റെ ജക്കോബിയൻ ആണ്. ജക്കോബിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള എന്തായിരുന്നു? യു എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് യു കോമ വി ഇസ് ഈക്വൽ ടു ഈ ടേം ഫസ്റ്റ് കോൺസ്റ്റൻസിൽ എഴുതാം. 1/β ദ ഹോൾ റേസ് ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡഡ് ബൈ ഗാമ ആൽഫ 1 ഗാമ ആൽഫ 2 ഇ റേസ് ടു മൈനസ് യു ഡിവൈഡഡ് ബൈ ബീറ്റ. ഓക്കെ, ഇനി ഈ ഇവിടുത്തെ യുവിൻ്റെ ടേമുകൾ മാത്രം ഞാൻ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടുത്ത യുവിൻ്റെ ടേം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നോക്കിയേ, യു റേസ് ടു ഇവിടെ ആൽഫ 1 മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഇവിടുത്തെ യുവിൽ എന്താ എടുക്കുന്നത്? ആൽഫ 2, അപ്പോൾ പ്ലസ് ആൽഫ 2 മൈനസ് 1. ഇനി ഇവിടെ ഒരു യു എടുക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് യു റേസ് ടു 1. ഓക്കെ, അപ്പോൾ യു റേസ് ടു ആൽഫ 1 മൈനസ് 1, യു റേസ് ടു ആൽഫ 2 മൈനസ് 1, യു റേസ് ടു 1. ഓക്കെ, അതേപോലെ വിയുടെ കേസ് പറയുകയാണെങ്കിൽ വി റേസ് ടു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൽഫ 1 മൈനസ് 1. അടുത്ത ടേം നോക്കുമ്പോൾ ഇവിടെ വി ഇല്ല, 1 മൈനസ് വി ആണുള്ളത്. അപ്പോൾ 1 മൈനസ് വി ദ ഹോൾ റേസ് ടു എന്താണ്? ആൽഫ 2 മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ യുവിൻ്റെ ടേമിലോട്ട് മാറ്റി വിയുടെ ടേമിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നേ അറിയാം x1 പ്ലസ് x2 എന്ന് പറയുന്നത് if x1 follows gamma distribution and x2 follows gamma distribution, x1 and x2 are independent, then x1 plus x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു PDF-ലോട്ട് ഇതിനെ മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. ബാക്കി വരുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ x1 plus x2 ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ അറിയാം ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ 1 പ്ലസ് ആൽഫ 2 കോമ ബീറ്റ ആണ് എന്ന് നമുക്കറിയാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ട് നോക്കിയാൽ അഡിറ്റീവ് പ്രോപ്പർട്ടിയുടെ വീഡിയോ ഉണ്ട്, അതിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമിലോട്ട് ഇതിലോട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നത് 1/β ദ ഹോൾ റേസ് ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ആണ് ഡിവൈഡഡ് ബൈ ഗാമ ആൽഫ 1 പ്ലസ് ആൽഫ 2. ഓക്കെ, ഇ റേസ് ടു മൈനസ് യു ബൈ ബീറ്റ. ഓക്കെ, യു റേസ് ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 മൈനസ് 1. ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഗാമ ആൽഫ 1 പ്ലസ് ആൽഫ 2 കോമ ബീറ്റ എന്ന് പറയുന്ന ആ ഡിസ്ട്രിബ്യൂഷന് വേണ്ടത്. ഓക്കെ, അതിൽ ഈ ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, ഫൈൻ.
ഈ ടേം ഇവിടെയുണ്ട് ഫൈൻ. ഇനി യുവിൻ്റെ കേസ് നോക്കിയൊക്കെ α1 പ്ലസ് α2 ഈ -1 +1 ക്യാൻസൽ ചെയ്ത് പോയി -1. അപ്പോൾ ഈ ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇല്ലാത്ത ടേം ഏതായിരുന്നു? ഗാമ α1 പ്ലസ് α2 എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടേമിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഗാമ α1 പ്ലസ് α2 ഡിവൈഡഡ് ബൈ എനിക്കത് അടുത്ത ടേം കിട്ടുന്നു ഗാമ α1ഉം ഗാമ α2 എന്നും കിട്ടുന്നു. ഓക്കെ, ഇനി ബാക്കി വരുന്ന എൻ്റെ യുവിൻ്റെ ടേം കഴിഞ്ഞ് ബാക്കി വിയുടെ ടേമാണ് എഴുതുന്നത്. വി റേസ് ടു α1 -1 1 മൈനസ് വി ദ ഹോൾ റേസ് ടു α2 -1. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ടേമുകൾ മൊത്തത്തിൽ വിത്ത് റെസ്പെക്ട് ടു യുവിലെ ടേമാണ്. ഈ ടേമുകൾ മൊത്തത്തിൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വിയിലെ ടേമാണ്. ആയതിനാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ എനിക്ക് എച്ച് ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് എച്ച് ഓഫ് അല്ലെങ്കിൽ h1 ഓഫ് യു എന്നും ഇതിനെ എനിക്ക് h2 ഓഫ് വി എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ 2 ടേമാക്കി എനിക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഈ 2 ടേമും PDF ആകുന്നുണ്ടെങ്കിൽ ഇവിടെ യുവും വി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് PDF ആണോ എന്നാണ് നോക്കേണ്ടത്. ഈ ടേം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആക്ച്വലി ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ α1 പ്ലസ് α2 β ആണ്. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഒരു കാര്യം കിട്ടി, യു ഫോളോ ചെയ്യുന്നത് എന്താണ്? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു യു, വിച്ച് ഫോളോസ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ α1 പ്ലസ് α2 ഗാമ α1 പ്ലസ് α2 β എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ രണ്ടാമത് കിടക്കുന്ന ഏതാണ്? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു വി. ഇത് ഫോളോ ചെയ്യുന്നത് വേറൊരു ഡിസ്ട്രിബ്യൂഷനാണ്, അത് ഞാൻ ബി എന്ന് വിളിച്ചു. ദിസ് ഈസ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത് α1 ഏതാണ്? α2 എന്നാണ്. ഓക്കെ, ഇതും ഒരു PDF ആണ്, ഇതും ഒരു PDF ആണ്. മാത്രമല്ല ഇതിന് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ 2 PDFൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്.